ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നവംബർ 29 റോമായിലെ വിശുദ്ധ സാറ്റർനീനോസ്. ഇറ്റലിയിലെ റോമായിലെ ഒരു പുരോഹിതനായിരുന്നു ഈ സാറ്റർനീനോസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡീക്കനുണ്ട്. ആ ഡീക്കൻ്റെ പേരാണ് സിസീനിയോസ്. അദ്ദേഹവും വിശുദ്ധനാണ്. ഇവർ രണ്ടുപേരെയും ചക്രവർത്തി, ഈ ദേച്യൂസ് ചക്രവർത്തി മതപീഡന കാലത്ത് കഠിനമായ വേലയ്ക്ക് നിയോഗിക്കപ്പെട്ടു. പിന്നെ നാട് കടത്തപ്പെട്ടു. പിന്നെ അങ്ങേയറ്റം മർദ്ദിക്കപ്പെട്ടു. ഏറ്റവും അവസാനം ഇങ്ങനെ കൊല്ലപ്പെട്ടു. നവംബർ മാസം 29-ാം തീയതി ക്രിസ്തുവർഷം 304 തലവെട്ടിയാണ് ഇദ്ദേഹത്തെ കൊന്നത്. ഈ റോമായ്ക്ക് പുറത്ത് ഒരു 2 മൈൽ അപ്പുറത്ത്, ഏതാണ്ടൊരു 4 കിലോമീറ്ററിന് താഴെയായിട്ടുള്ള സ്ഥലത്ത് ഒരു നൊമെന്ധാന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ വഴിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ 304 ക്രിസ്തുവർഷം 304 നവംബർ 29-ാം തീയതി തലവെട്ടിക്കൊന്നത്. ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷികളുടെ നിണമാണ് നമ്മുടെ സഭയുടെ കരുത്ത്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകാറില്ല. നമ്മൾ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ആക്രമിക്കാറുമില്ല. അതൊക്കെ ഈ സമാധാനത്തിന് മതക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി രക്തസാക്ഷികളാകുകയാണ്. അങ്ങനെ രക്തസാക്ഷികളായ സ്ഥലത്തൊക്കെ സഭ വീണ്ടും 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 ഉയർത്തു വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. കുറച്ച് നാളത്തേക്ക് ഒരു ഗ്രഹണം പോലെയൊക്കെ തോന്നിക്കും. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലെയൊക്കെ തോന്നിക്കും. എല്ലാം നഷ്ടപ്പെടുകയാണോ, യൂറോപ്പ് മുഴുവൻ ഇസ്ലാം അടിച്ചു കയറുകയാണോ എന്നൊക്കെ തോന്നും. നമ്മൾക്ക് ഈ ദൈവവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അങ്ങനെയൊക്കെ കാണുന്നത്. ഈ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമാണ്. ഇല്ലേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമാണ് ആ ദൈവം. അവൻ്റെ കൈവിരലുകളിൽ നിന്ന് ചരിത്രം ഇങ്ങനെ ഊർന്നു പോകുമോ? പോകില്ല. അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ എല്ലാം ഈ മുന്നേറ്റങ്ങളെ കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാനും പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാതിരിക്കാനും പാടില്ല. എന്തുമാത്രം രക്തസാക്ഷി, എന്തുമാത്രം ആദിമസഭയിലൊക്കെ ചെറിയ കമ്മ്യൂണിറ്റികളായിരുന്നു. അതിനെ എന്തുമാത്രം പീഡിപ്പിച്ച് എന്തുമാത്രം പേരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇപ്പോഴോ ലോക ജനസംഖ്യയിൽ 700 കോടിയുള്ളതിൽ 200 കോടിയും ക്രിസ്ത്യാനികളാണ്. എല്ലാവരും ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ക്രിസ്ത്യാനികളാണ്. സംസ്കാരം ഇല്ലേ, മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒക്കെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത് പാശ്ചാത്യ ലോകത്തെയാണ്. ആ പാശ്ചാത്യ ലോകത്തിൻ്റെ അടിസ്ഥാനപരമായ സംസ്കൃതി എന്ന് പറയുന്നത് ക്രിസ്തീയ സംസ്കൃതി തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വികസനം, അതാണ് ശരിയായ വികസനം എന്നൊക്കെ ചർച്ചകളുണ്ടാകാം. എങ്കിലും ഇപ്പം നമ്മൾ പറയുന്ന വികസനം അത് ക്രിസ്തീയ സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ്. അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതിനാൽ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ആ വിശ്വാസം സംരക്ഷിക്കുക, ആ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുക, എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ ഈ സുവിശേഷമാണ് രക്ഷയുടെ ശക്തി എന്നുള്ള കാര്യം നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർ പറയുകയും ചെയ്യുക. അതിനൊരു പ്രചോദനം, ഒരു അഡീഷണൽ പ്രചോദനമാകട്ടെ. ഇന്ന് റോമായിലെ സാറ്റർനീനോസിൻ്റെയും അതുപോലെ തന്നെ സിസീനിയോസ് ഡീക്കൻ്റെയൊക്കെ രക്തസാക്ഷി ദിനം ആഘോഷിക്കുന്ന നവംബർ 29. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.